നമസ്കാരം. ട്രംപ് വന്നു, എല്ലാം ശരിയാക്കി. എന്തൊക്കെയാണ് ട്രംപ് ശരിയാക്കിയത്? റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിച്ചു? ഇല്ല, കഴിഞ്ഞില്ല. ത്രിശങ്കുവിലാണ് യുക്രൈൻ ഇപ്പോൾ. ഗസയിലെ അവസ്ഥയോ കൂടുതൽ സങ്കീർണമായി. അതായത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതോടെ ഗസ ഇസ്രയേൽ സംഘർഷം കൂടുതൽ വഷളായി. വെടിനിർത്തൽ ലംഘനം നിരന്തരം ഇസ്രയേൽ നടത്തി. മാത്രമല്ല, വലിയൊരു ബോംബും ട്രംപ് പൊട്ടിച്ചു. ഗസയിൽ നിന്ന് പലസ്തീനികൾ ഒഴിയണം, ഗസ ഏറ്റെടുക്കും, വിനോദസഞ്ചാര കേന്ദ്രമാക്കും. കിറുക്കൻ പ്രസ്താവന ട്രംപിൽ നിന്ന് വരുമ്പോൾ അതിലാരും അതിശയിക്കില്ല. കാരണം എത്രയെത്ര പ്രസ്താവനകളാണ് ട്രംപ് നടത്തിയിട്ടുള്ളത്. എന്നാൽ സ്വന്തം നാട്ടിൽ, ആ നാട്ടിൽ ജനിച്ചു വളർന്ന ജനങ്ങൾക്ക് അവകാശമില്ലെന്ന് പറഞ്ഞാൽ അതിനെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? ഗസയിലെ വെടിനിർത്തൽ പ്രഖ്യാപനത്തെ ലോകം ആശ്വാസത്തോടെയാണ് കേട്ടത്. 15 മാസത്തോളം നീണ്ട അതിക്രൂരമായ യുദ്ധത്തിന് തൽക്കാല ശമനം. എന്നാൽ അത് എത്ര കാലം മുന്നോട്ട് പോകും? ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. ഭയന്നത് തന്നെ സംഭവിച്ചു. വെടിനിർത്തൽ തുടരില്ല. ഇതിനാരാണ് ഉത്തരവാദി? ഇസ്രായേലും അമേരിക്കയും തന്നെ വെടിനിർത്തലിനിടയിലും ഇസ്രായേൽ ആക്രമണം തുടർന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്കിൽ അതിശക്തമായ നരനായാട്ടാണ് ഇസ്രായേൽ സേന നടത്തിയത്. 8 മാസം ഗർഭിണിയായ 23-കാരി ഉൾപ്പെടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. നൂർ ഷാംസ് അഭയാർത്ഥി ക്യാമ്പ് ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ 2 പലസ്തീൻ യുവതികളാണ് കൊല്ലപ്പെട്ടത്. 21-കാരിയായ കൊല്ലപ്പെട്ട മറ്റൊരാൾ. പ്രദേശത്ത് തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ഇസ്രായേൽ സൈന്യം സാധാരണക്കാരുടെ വീടുകളിൽ അതിക്രമിച്ചു കയറിയത്. ടാങ്കറുകളും ബുൾഡോസറുമായി എത്തിയ സൈന്യത്തെ കണ്ട് ഭയന്ന് നൂർ ഷംസ അഭയാർത്ഥി ക്യാമ്പിന് കിഴക്കുള്ള അൽ മൻഷയിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴായിരുന്നു സൈന്യത്തിന്റെ ആക്രമണം. മരിച്ച യുവതിയുടെ ഭർത്താവിന് ഗുരുതരമായി പരിക്കേറ്റ് ഇവർക്കൊപ്പമുണ്ടായിരുന്ന 2 കുട്ടികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അതിനിടയിൽ നിർണായക തീരുമാനവുമായി ഹമാസ് എത്തി. ആശങ്കയുണ്ടാക്കുന്ന തീരുമാനമാണത്. വെടിനിർത്തൽ കരാർ ലംഘനം ഇസ്രായേൽ തുടരുകയാണ്. അതിനാൽ ശനിയാഴ്ച നടക്കേണ്ട ബന്ദിമോചനം നിർത്തിവെച്ചിരിക്കുകയാണ് ഹമാസ്. വെടിനിർത്തൽ കരാർ വ്യവസ്ഥകൾ നിരന്തരം ഇസ്രായേൽ ലംഘിക്കുകയാണ്. ഇസ്രായേലിന്റെ സമീപനം തിരുത്താതെ ഇനി ബന്ദിമോചനമില്ലെന്നും ഹമാസ് വ്യക്തമാക്കി. ആദ്യഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായി 5ാം ബന്ദി കൈമാറ്റവും തടവുകാരുടെ മോചനവും നടന്നു. എന്നാൽ ഇരുപക്ഷവും രൂപപ്പെടുത്തിയ വ്യവസ്ഥകൾ ലംഘിക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നതെന്നാണ് ഹമാസ് വിമർശിച്ചത്. തടവുകാരുടെ കൈമാറ്റം വൈകിപ്പിച്ചു. ഗസയിലെ ആശുപത്രികൾക്കുൾപ്പെടെ വേണ്ട അടിയന്തര സഹായം തടഞ്ഞു. വടക്കൻ ഗസയിലേക്ക് മടങ്ങിയ പലസ്തീനികൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. ഇങ്ങനെ ഗുരുതരമായ കരാർ ലംഘനമാണ് ഇസ്രായേൽ നടത്തിയതും. ഇതോടെ കരാർ പ്രകാരം ശനിയാഴ്ച നടക്കേണ്ട 3 ബന്ദികളുടെ മോചനം നീട്ടിവെച്ചതായി ഹമാസ് നേതാവ് അബു ഉബൈദ അറിയിച്ചു. ശനിയാഴ്ച കരാർ പ്രകാരം ബന്ദികളെ കൈമാറിയില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ മുന്നറിയിപ്പ്. സൈന്യത്തിന് ജാഗ്രതാ നിർദ്ദേശവും ഇസ്രായേൽ നൽകി. അതിനിടെ ഇസ്രായേൽ ബന്ദികളുടെ മോചനം പ്രതിസന്ധിയിലാക്കുന്നു. ഇത് അനുവദിക്കില്ലെന്നും ബന്ദികളുടെ ബന്ധുക്കൾ ആരോപിച്ചു. നെതന്യാഹു സർക്കാരിനെതിരെ ബന്ധുക്കൾ തെല്ലവീവിൽ റാലി നടത്തുകയും ചെയ്തു. അതിനിടയിലും വിവാദ പ്രസ്താവന കടുപ്പിച്ച് ട്രംപും രംഗത്ത് വന്നു. ഗസ വാങ്ങി സ്വന്തമാക്കുമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. പിന്നെ പലസ്തീനികൾക്ക് ഗസയിലേക്ക് തിരിച്ചു വരാൻ അവകാശമുണ്ടാകില്ലെന്നും ട്രംപ് പറയുന്നു. പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ പ്രതികരണവുമായി ഹമാസും എത്തിയിട്ടുണ്ട്.